ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് തോണ്ടി വിളിച്ചിട്ട് ഹലോ ഞാൻ പറഞ്ഞ എന്താ കാര്യം ഞാൻ മുട്ട അടിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞ നേരം വിളിച്ചിട്ട് പോലെ അതല്ല പഴനി പോയി മുട്ട അടിക്കാൻ പോകുന്നു അപ്പൊ അത് തീരുമാനിച്ച് പോയി മുട്ട അടിച്ചു. പഴനി പോണോന്ന് പറഞ്ഞപ്പോ തന്നെ മുട്ടടിക്കണോന്നൊരു തോന്നൽ വന്നു. തിരുവാതിര തുടങ്ങി തിരുവാതിര കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നിൽക്കേ എല്ലാവർക്കും 1-2 മുദ്രയുള്ളൂ. രശ്മിക്ക് വേറെ 2 മുദ്ര കൂടി ഉണ്ട്. ഈ വിഗും ശ്രദ്ധിക്കണമല്ലോ. അതിന്റെ കഥ പറയാനായിട്ടല്ലേ, സ്കേർട്ട് ഇന്നർ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തപ്പോ വരുമ്പോ തന്നെ എല്ലാവരും വരുമല്ലോ, എല്ലാവർക്കും കൊടുത്ത് ഞങ്ങള് തിരിച്ച് എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങള് പോരുവാണ്. ജനലുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ മാന്ത ചേട്ടരുത് നോക്കി അതെ എനിക്ക് ഈ പാവാട വേണ്ട, ഇതെന്റെ സാരി. ചന്ദനമൊക്കെ തൊട്ടേക്കൊണ്ട് ദൈവവിശ്വാസിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ അതേ ദൈവവിശ്വാസിയാണ്. ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാർഗവൻ എന്ന് പറഞ്ഞു. ആ അച്ഛന്റെ പേരെന്താന്ന്, അതിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ വേറൊരു പേര് അതിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പുള്ളി അവസാനം ഇത് കഴിഞ്ഞ പുള്ളിക്കാരൻ എന്നെ പോന്നിട്ട് ശ്രീവിനായകം അതാ പറഞ്ഞ എത്രയോ വർഷത്തെ മനസ്സാഗ്രഹിച്ചു വെച്ച ഈ ശ്രീവിനായകം വേറെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ആകെ താമസിക്കാൻ പറ്റിയത് 4 വർഷമാണ്. ആ 4 വർഷത്തിന് ശേഷം ഇത് വേറെ കുറെ നല്ല പ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അതങ്ങ് കൊടുത്തു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സഹായിക്കില്ല, അത് യൂട്ടിലൈസ് ചെയ്താലും ഞങ്ങൾക്ക് തോന്നൂല. കാരണം ഞങ്ങള് അവരോട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യണത്. അതെ, ആർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. ഷാജിയേട്ടാ, ഇതിനു മുമ്പ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഇത് ശരിക്കും ഇത് അർഹിക്കുന്നവരാണെന്ന് ഇതിപ്പോ തന്നെ ഇപ്പത്തെ ഒരു അനുഭവം തന്നെ ഷാജിയേട്ടൻ അവർക്ക് അർഹിക്കുന്നവരാണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ അവസ്ഥ കണ്ടിട്ട് കൊടുക്കുക ചെയ്തത്. നമ്മൾ ഒരിക്കലും അതിന്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് ഇവര് എങ്ങനെയുള്ള ആൾക്കാരാണ്, അവര് ജെനുവിനാണോ, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, പൂർണ്ണ ബോധ്യമായതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ ഈ വീട് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ തുടങ്ങിയ സമയത്ത് കുറെ സംഘാടകരും കമ്മിറ്റി മെമ്പേഴ്സും ഇവരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങ് പോയല്ലോ. ഇവരൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇവര് ഷാജിയേട്ടൻ ഇങ്ങനെ സഹായിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവർ പിന്നീട് എപ്പോഴെങ്കിലും എത്തിയോ? ഇല്ല, ഇത് ലാസ്റ്റ് ടൈം ആയപ്പോ നമ്മള് താക്കോല് കൊടുക്കണം. ഞാൻ ഇവരാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഷാജിയേട്ടനായിട്ട് ഇത് മുന്നോട്ട് പോവാണെന്നുള്ള കാര്യം. അല്ല, ഞാൻ തന്നെ ചെയ്ത് തീർത്തിട്ട് താക്കോല് കൊടുത്തു ഞാൻ ആരോടും പറഞ്ഞില്ല. അവരെ ക്ഷണിച്ചില്ല അന്നത്തെ സമയത്ത്. അത് ഈ പറഞ്ഞ പാണ്ഡവാസിലെ എൻ്റെ സുഹൃത്തുക്കളും അവരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ, എൻ്റെ സഹോദരങ്ങൾ, എച്ചുൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടാണ് ഞങ്ങളിത് കൊടുത്തത്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ആ വീട്ടിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അവർ ആദ്യം ആ കൂപ്പൺ വിറ്റ പൈസ എൻ്റെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ 1-2 ദിവസമായിട്ട് പിരിവിന് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല, പൈസ എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചില്ല, പിന്നെ ഞാൻ എല്ലാവരും കാണുമ്പോ പൈസ അവർക്ക് കൊടുത്തോ, ഇനി തിരിച്ച് വിടുത്ത ആൾക്കാർക്ക് കൊടുത്തോ, അതൊന്നും ഞാൻ എനിക്കിതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അപ്പോഴേക്കും നമ്മുടെ പണി എങ്ങനെയാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നതാണ് നമ്മൾ അടിയിൽ പോയത്. അത് നമ്മൾ അവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് പറ്റിയ ഒരു സംഭവമാണ്. അത് ചിലപ്പോ അതൊരു നിയോഗമായിരിക്കും. എന്നാലും എത്രയാന്ന് പറഞ്ഞാലും ഈ വീടിന്റെ പേരെന്തായിരുന്നു ചേട്ടാ? ശ്രീവിനായകം. അതാ പറഞ്ഞ എത്രയോ വർഷത്തെ മനസ്സാഗ്രഹിച്ചു വെച്ച ഈ ശ്രീവിനായകം വേറെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ആകെ താമസിക്കാൻ പറ്റിയത് 4 വർഷമാണ്. ആ 4 വർഷത്തിന് ശേഷം ഇത് വേറെ കുറെ നല്ല പ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അതങ്ങ് കൊടുത്തു. മനസ്സ് 100% സംതൃപ്തിയോട് ഞങ്ങളുടെ ആളാണ് വിനായകൻ. ഇനി ഇതിനെക്കാട്ടിലും നല്ലൊരു വീട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ആളെല്ലാം തരും. അതെ, പുറകെ കൂടെ കൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്, എല്ലാരും ഉണ്ട്, കൂടെ മാതാവും ഉണ്ട്. ഇസ്രയേലിലെ മാതാവ് എന്നാണ്. അപ്പൊ ഒരാളൊന്നൊക്കെ ഉറങ്ങി പോകുന്ന സമയത്ത് മറ്റാളെ വിളിച്ചെണീപ്പിച്ച് പിന്നെ നമുക്ക് മുസ്ലിംസിന്റെ ഭാഗത്തുനിന്നുണ്ട് അനീസ്, അവന്റെ പ്രാർത്ഥന മൊത്തം ഞങ്ങൾക്കുണ്ട്. അപ്പൊ മതമൈത്രിയാണ് അവിടെ അല്ലേ? അങ്ങനെ മതമൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞത്. എന്തായാലും നമ്മൾ അതൊക്കെ ഒരു വിശ്വാസമല്ലേ അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു ആ ഒരു പവറിനെയാണ് നമ്മൾ എല്ലാവരും അത് ചിലര് നമ്മൾ ഹിന്ദു ആയിട്ടും ചിലര് ക്രിസ്ത്യനായിട്ടും മുസ്ലിമായിട്ടും കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ദൈവം ഒന്നേ ഉള്ളൂ എത്രയാന്ന് പറഞ്ഞാലും. അതെ, നമ്മൾ ദൈവത്തിനെ എന്നോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ചന്ദനമൊക്കെ തൊട്ടേക്കൊണ്ട് ദൈവവിശ്വാസിയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേ ദൈവവിശ്വാസിയാണ്. ദൈവം ഉണ്ടോന്ന് ചോദിച്ചു. അമ്മ ഉണ്ടെന്ന് പറഞ്ഞു.
തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാർഗവൻ എന്ന് പറഞ്ഞു. ആ അച്ഛൻ്റെ പേരെന്താന്ന്, അതിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ വേറൊരു പേര് അതിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പുള്ളി അവസാനം ഇത് കഴിഞ്ഞ പുള്ളിക്കാരൻ എന്നെ പോന്നിട്ട് താനെന്താ വർത്താനം. നല്ല വിശ്വാസം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ആ കുത്തിവെച്ച് അങ്ങനെ വിഗ്രഹം നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ വിരിക്കണം ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു പവർ കാണുന്നുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ അത് നമ്മള് ഹിന്ദുക്കൾ ഇങ്ങനെ, ക്രിസ്ത്യൻസ് അങ്ങനെ, മുസ്ലിംസ് ഓരോ മതക്കാരും അതിന്റെ അടുത്ത് കാണുന്നു. എല്ലാ പള്ളിയിലും പോകും. കാഞ്ഞിരൂറ്റം പള്ളിയിൽ പോകും, വേളാങ്കണ്ണി പോകും. ഞാൻ ഈ മുട്ടിലേഴയുള്ള നേർച്ചയുണ്ട് ഞങ്ങൾക്ക് വേളാങ്കണ്ണിയില്. ആഹാ, രണ്ടുപേർക്കോ? ഞാൻ മൊട്ടടിച്ചില്ലേ, പഴനി പോയി മൊട്ടയടിച്ചു. ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് തോണ്ടി വിളിച്ചിട്ട് തല പോകും. ഞാൻ പറഞ്ഞ എന്താ കാര്യം, ഞാൻ മുട്ടടിക്കാൻ പോകുന്നു. ഞാൻ നേരം വിളിച്ചിട്ട് പോരെ, അതല്ല പഴനി പോയി മുട്ടടിക്കാൻ പോകുന്നു. അപ്പൊ അത് തീരുമാനിച്ച് പോയി മുട്ടടിച്ചു. പഴനി പോണോന്ന് പറഞ്ഞപ്പോ തന്നെ മുട്ടടിക്കണോന്നൊരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് മുട്ടടിച്ചോട്ടെ. അത് നാളെ നേരം വെളുത്തിട്ട് പോരെ മുട്ടടിക്കുന്നത്. ഞാൻ അതല്ല പഴനി പോകുമ്പോഴാന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മുട്ടടിച്ചോളാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല. അത് മുട്ടടിച്ചിട്ട് ഇന്നലെ തിരുവാതിരയായിരുന്നു ഇവിടെ. ഞാനപ്പോ ഇതും വെച്ചിട്ട് തിരുവാതിര കളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നമ്മുടെ മേക്കപ്പ് ഉള്ള ബ്രദറും കൂടിയാ അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുമേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു വന്ന് മേക്കപ്പ് ചെയ്യണം, വിഗ് വെച്ച് കൊടുക്കണം പറഞ്ഞു. വിഗൊക്കെ സെറ്റ് ചെയ്ത് അപ്പൊ വിഗ് വെക്കാൻ വന്ന ഒരു ഹെയറിന്റെ കുട്ടിയുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ലൈഡ് കുത്തണ പോലെ ഇപ്പൊ ആളി ഇങ്ങനെ പോവുക. എന്ത് പറ്റി, എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ ആ കസേരയിട്ട് കിടന്ന് കുറച്ച് കഴിയുമ്പോ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ പിന്നെ ചെയ്തിട്ട് പിന്നെയും വയ്യാണ്ടാണ്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, ഇത് ഇന്ന് മാത്രമല്ല ഇന്നലെയും കഴിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചപ്പോ ഇന്നലെയും കഴിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ വന്നിട്ട് ഇവിടെ കിടക്കും ഇങ്ങനെ. ഞാൻ നോക്കുമ്പോ ഇസഡ് പോലെ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റി. ഞാനിപ്പോ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പറയും ഈ രൂപം കണ്ട 1 മാസമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് കഴിക്കാത്ത ആളെ പോലെ തോന്നുന്നു, ജീവനേ ഇല്ല. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി സുമേഷ്. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ വിഗ് ഇല്ലാണ്ട് പോയി പകുതി വെച്ചിട്ട് അവിടെയാണ് 10 മണിക്ക് താഴെ ചെല്ലും. അപ്പൊ എനിക്ക് തന്ന് ഭംഗിയാക്കി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ കുടിക്കണത്. പുള്ളിക്കകത്തേക്ക് വയ്യാണ്ട് ഗ്ലാസിന്റെ അടുത്തേക്ക് അങ്ങനെ ആയി. അപ്പൊ നമ്മൾ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ തിരുവാതിര തുടങ്ങി. തിരുവാതിര കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാവർക്കും 1-2 മുദ്രയുള്ളൂ. രശ്മിക്ക് വേറെ 2 മുദ്രയും കൂടി ഉണ്ട്. ഈ വിഗും ശ്രദ്ധിക്കണമല്ലോ. എന്നാലും രശ്മി ചേച്ചി നന്നായിട്ട് മനസ്സ് നിറഞ്ഞങ്ങ് തിരുവാതിര കളിച്ചു ഇപ്രാവശ്യം ഫ്ലാറ്റില് ആഘോഷിച്ചു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ വൈകി പോയി. അപ്പൊ അവര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് കണ്ടവരോട് പറഞ്ഞു, ഞാൻ മൊട്ടച്ചിയാണ് എന്നെ ഞാൻ കളിക്കണില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് നിർബന്ധം, കളിച്ചാലേ പറ്റുള്ളൂ, ഒരാളുടെ കുറവുണ്ട്, രശ്മി വരണോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കളിച്ചു കണ്ടു. ഓക്കെ. ഇനി ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമ്മുടെ കേരളത്തിൽ അന്ന് കുറേ പേര് സഫർ ചെയ്തവരുണ്ട്. അല്ല അങ്ങനെയല്ല, പക്ഷെ അതല്ല ഷായ്ചേട്ടാ, ഇതിങ്ങനത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ എത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇത് എന്താ പറയാ, ഷായ്ചേട്ടൻ ചെയ്തതെല്ലാം ഷായ്ചേട്ടൻ ഞങ്ങളെ വിളിച്ചു വരുത്തിട്ട് വന്ന് എനിക്ക് ഞാൻ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. ഇത് അങ്ങനെയല്ല. ഞങ്ങൾ തന്നെ ഷായ്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതേ ഞാൻ തന്നെ ചോദിച്ചറിയണം. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറെ ചീത്ത കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും അത് വേണ്ടാത്ത വഴി കൂടി എല്ലാം യാത്ര ചെയ്ത് അത് നിറഞ്ഞ് പെട്ടെന്ന് കയറി വൈറലാവും. പക്ഷെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ അത് എത്തിപ്പെടേണ്ടത് തന്നെയാണ്. അതല്ലടാ, ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂകളും അറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും, എനിക്ക് തോന്നണമെന്ന് ആരും കേൾക്കാത്ത കൊണ്ടാണ്, ഈ ഒരു സംഭവം അറിഞ്ഞത് കൊണ്ടാണ്. ഇത് ഇങ്ങനെ ഞാനങ്ങനെ നോർമലി പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങൾ, ഇതറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നേക്കണേ ഇപ്പൊ. അപ്പൊ ഇത് ഞാൻ പാലക്കാട് ഇത് കഴിഞ്ഞിട്ട് പാലക്കാട് അവർ ഓണം ആഘോഷിക്കാനായിട്ട് അവിടുത്തെ എല്ലാവരും ഈ വീടുകളും ഇതൊക്കെ നഷ്ടപ്പെട്ടവരെ നോക്കിപ്പോയത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ വൈറ്റില പാലത്തിന്റെ അടുത്തൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പൊ ആ ഹോട്ടലിന്റെ ഓണർ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ അവർക്ക് കൊടുക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ കൂടി പോയി വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്ത് വയനാട്ടില്. അപ്പൊ അവിടെ ചെന്ന് കൊടുത്ത എവിടെയെന്ന് അറിയാമോ, അവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരില്ലേ, ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി ഓടി നടന്ന ജീപ്പ് ഡ്രൈവർമാരാണ്. പക്ഷെ അവർക്ക് വർക്കില്ല. കാരണം അവർക്ക് അവിടെ എല്ലാം പോയി, അങ്ങോട്ടുള്ള വർക്കില്ല. അവർക്ക് കൊണ്ടുപോയിട്ട് 100 പേർക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഓണം ആഘോഷിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നോളൂ, തിരിച്ചു വന്നോളൂ. അപ്പൊ ഇത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ വീഡിയോ എടുക്കണം എന്തിനാണെന്ന്. അപ്പൊ അല്ല, ഞങ്ങളുടെ
സംഘടനയ്ക്ക് വേണ്ടി ഓക്കെ എടുത്തു. ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു ടോക്കിൽ വന്ന ഇത് കൊണ്ടിട്ട് പറഞ്ഞതാ. മനസ്സിലായി. കലാകാരന്മാർ ഈ സമൂഹത്തിനൊന്നും ചെയ്യുന്നില്ല, അല്ല ആ ഒരു രീതിയിലുള്ള ഇപ്പൊ ഈ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു ടോക്ക് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ല അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇപ്പം ആ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും അന്നും ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അല്ലേ? ഞങ്ങള് വീട്ടിലായിരുന്നു, ഈ വീടിന്റെ പോർച്ചിലായിരുന്നു ഞങ്ങള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഈ ശ്രീ വിനായകത്തിൽ താമസിക്കുന്നത് ആരാ? ഇത്ര ഐശ്വര്യമുള്ള ഈ ഒരു വീട്, ഇത്ര നല്ല മനസ്സുള്ള ഒരു വീട്, ആ വീട്ടില് ഇന്നിപ്പോ ആരാ? അത് ഒരു പേരൊക്കെ മറന്നുപോയി, വേറെ ആൾക്കാർ അവര് താമസിക്കുന്നുണ്ട് അല്ലെ? കാരണം ഈ വീട് പല നല്ല കാര്യങ്ങൾക്കും മുഹൂർത്തം ഇതാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ നല്ലൊരു ഇതാണ്. ശ്രീ വിനായകത്തിൽ വെച്ചിട്ടാണ് 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ ഈ രശ്മി ചേച്ചി ഉൾപ്പെടെ ഇവരെല്ലാവരും കുറെ പേർക്ക് ഭക്ഷണം അവിടെ കുക്ക് ചെയ്ത് അല്ലെ? ആ കഥയും കൂടെ ഒന്ന് പറയൂ, ഈ വീട്ടിൽ വെച്ച് നടത്തിയ കഥ. രാവിലെ നമ്മള് വീട്ടിലെ കിച്ചണിന്റെ ഫോട്ടോ ഉണ്ടാവില്ലേ? കിച്ചണിന്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പുറത്ത് കിച്ചൺ ഉണ്ടാക്കി, ബാൽക്കണി അവിടെ കാർ പോർച്ച് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു നമ്മള് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ഉച്ചക്കത്തെ ഭക്ഷണം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, രാവിലത്തെ ഭക്ഷണം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, വൈകിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. അപ്പൊ ചേട്ടായിയുടെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ട്, സമരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലത്തെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. കുക്കിങ്ങിന് എല്ലാവരും എത്തും. അല്ല അവരോട് ആരുടെ ഞാൻ പൈസ ഒന്നും മേടിക്കില്ല, സാധനങ്ങൾ മേടിക്കാൻ. എന്റെ ഫാമിലി പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇതിലുണ്ടായിരുന്ന കുറച്ച് പേര്, ഇവരെല്ലാരും കൂടി വന്നിട്ട് ഞങ്ങൾ രാവിലെ തുടങ്ങും പാചകം. വീട്ടില് പാചകം, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് ഏതൊക്കെ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഏലൂര് ഒരു സ്ഥലത്ത് പോയി, അവിടെ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിൻഡായന് മറ്റേ വയ്യാത്ത. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ മോളില് ഇവര് താമസിക്കണ്, താഴ്ത്തു തന്നെ ടോയ്ലറ്റിൽ പോകണം. അതെന്റെ ബ്രദറിന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, സിൻരാജ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഫാമിലി ടീം. അപ്പൊ ഞങ്ങളോട് ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞിങ്ങനെ ഈ ആള് താഴ്ത്തു തന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇത്തെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആള്. അപ്പൊ പറഞ്ഞ എത്ര പേര്? 5 പേരുണ്ട്. അപ്പൊ 5 പേര് വണ്ടിക്ക് കയറിക്കും, നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു എല്ലാവരും. അവര് 2-3 ദിവസം ആ ഗർഭിണി പെണ്ണും അവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് കുറച്ചു ദിവസം ഉണ്ടായിരുന്നു. അവരും കൂടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ക്യാമ്പിലേക്ക് രാവിലെ പച്ചക്കറി കറിയോ അവര് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കാണ് അവര് എല്ലാം ഡ്രസ്സ് കൊണ്ടുപോയി. അന്ന് കുറെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്റെ ജയകൃഷ്ണൻ കൂട്ടുകാരുണ്ട്, അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജയകൃഷ്ണൻ പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അപ്പോഴും നോക്കണ ഈ ലേഡീസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റങ്ങളായിരുന്നു കുറെ നമുക്കന്ന് വന്നു അല്ലേ? അപ്പൊ ഇത് കൊണ്ടുവരടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൊടുത്തു. ഞങ്ങൾ പനങ്ങാട് ഈ വീട്ടിലായിരുന്നല്ലോ, ആ അറ്റത്തുനിന്നുള്ള എല്ലാ കടകളിലും ഞങ്ങൾ കേറിയിട്ട് അവർക്ക് വേണ്ട ഇന്നർ വേഴ്സും പാഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കട കാലിയാക്കി ഓരോ സ്ഥലത്തുനിന്ന് മേടിച്ച് ഞങ്ങൾ അങ്ങ് പോകുന്നത്. അപ്പൊ അണ്ടർസ്കേർട്ട് വാങ്ങിച്ചത്, അത് ഏറ്റവും വാങ്ങിച്ചത്. അല്ല അവർക്ക് അത്യാവശ്യം വേണ്ട അതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഹൈവേ വരെയുള്ള എല്ലാ കടയിൽ നിന്നും കയറി മൊത്തത്തിൽ മേടിച്ചു ഞങ്ങൾ. അങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മള് പുറത്തുനിന്ന് കേട്ടേ. അതിന്റെ കഥ പറയാനായിട്ടല്ലേ, സ്കേർട്ട് ഇന്നർ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് സ്ഥലത്ത് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തപ്പോ വരുമ്പോ തന്നെ എല്ലാവരും വരുമല്ലോ, എല്ലാവർക്കും കൊടുത്ത് ഞങ്ങള് തിരിച്ച് എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങള് പോരുമ്പോ ഞാനും ചേട്ടായി നിന്നപ്പോ ആരൊക്കെയോ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ചേട്ടൻ്റെ അടുത്ത് നിൽക്കും. അപ്പൊ ജനലുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ ചേട്ടരുത് മാന്തി പറയാം, അതെ എനിക്ക് ഈ പാവാട വേണ്ട, ഇതെന്റെ സാരിക്ക് കാച്ചൽ. അല്ല ഇതിലെന്താന്നറിയാമോ, സത്യം അല്ല അമ്മ നിഷ്കളങ്കമായിട്ട് പറഞ്ഞാണ് അവര്. അല്ലാണ്ട് അവര് ഫ്രണ്ട്ലി ആയി അവരെ എന്നിട്ടേ അവിടെ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയാം. അവരുടെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകണം, ഞങ്ങളും കൂടി കഴിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അത്ര ഫ്രണ്ട്ലി ആയി. അതിന്റെ പേരിൽ വന്നു എനിക്കിത് എന്റെ സാരിക്ക് മാറ്റല്ല, മാറ്റി തരുമോ. അപ്പൊ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരട്ടെ, അപ്പൊ നമ്മള് കൊണ്ടുതരാന്ന്. പക്ഷെ പിന്നെ വന്നപ്പോ അവരുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വേറൊന്നും ചോദിക്കട്ടെ, ഇപ്പൊ ഷായിച്ചേട്ടനും രശ്മി ചേച്ചിയും ഇപ്പം എല്ലാരും അറിഞ്ഞില്ലേലും നിങ്ങളുടെ ഈ പറയുന്ന കുറെ പേർക്ക് അറിയാം, നിങ്ങൾ ഒന്ന് വാതിലിൽ മുട്ടിയാൽ അപ്പം തുറക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണെന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സഹായിക്കില്ല, അത് യൂട്ടിലൈസ് ചെയ്താലും ഞങ്ങൾക്ക് തോന്നൂല. കാരണം ഞങ്ങൾ അവരോട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യണത്.
ആർക്ക് ചെയ്യുമ്പോഴും. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഇങ്ങനെ കാണിച്ചില്ലല്ലോ, അല്ല അവരെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ആവണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാലേ നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യാനുള്ള ചെയ്തത് അവർ, ബാക്കി അവരുടെ ലോകം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഫണ്ട് കിട്ടിയിട്ട് ആ ഫണ്ട് യൂസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയ ഒക്കെ പരാതി വരും. ഫണ്ട് നമ്മൾ അവർക്ക് എന്തിനാ കൊടുത്തത്? അവർക്ക് യൂസ് ചെയ്യാനാ, അവരെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. അപ്പൊ അവിടെ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വേറെ കുറച്ച് പേരുണ്ട്, അതായത് അവര് ഒന്നും ചെയ്യാതെ അവർക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയെന്ന് കാണുമ്പോഴത്തേക്ക് ചില നമ്മൾ തന്നെ ഇപ്പോൾ റോഡിൽ കാണും ഭിക്ഷയായിരിക്കുന്നവർ, അവർക്ക് സുഖമായിട്ട് ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് പോയി നല്ല രീതിയിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പൊ എന്താണെന്നറിയോ, മെനക്കെടാൻ വയ്യ, ജോലി ചെയ്യാൻ വയ്യ, ഇങ്ങനെ നീക്കിയാൽ പൈസ കിട്ടുന്ന കാണുമ്പോൾ ചില ആൾക്കാര് അത് ആ ഒരു ഇതിൽ തന്നെ എനിക്ക് പൈസ തരുമോ, എന്റെ പൈസയിൽ നമ്മുടെ ഈ ദാരിദ്ര്യം പറഞ്ഞ അവർ മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കും. നമ്മൾ അറിയുന്നില്ല ഇവര് നമ്മളെക്കാട്ടിലും ആരോഗ്യമുള്ളവരായിരിക്കും, അവർ ഒരു രീതിയിലും ജോലി ചെയ്യാനുള്ള മനസ്സ് അവർക്കില്ല. അവരും നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നവരില്ല. അത്തരത്തിലുള്ള ആൾക്കാരും അവസ്ഥ വരുന്ന ആൾക്കാരും കടം മേടിക്കുന്നത് ശരിയായിരിക്കും, പക്ഷെ കടം നമ്മളും വാങ്ങിക്കാറുണ്ട്, പലരോടും വാങ്ങിക്കാറുണ്ട്, കടം സമയത്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പൊ ഈ കടം വാങ്ങണം നമ്മുടെ ഇല്ലായ്മ കൊണ്ടാണ്. അല്ല അത് കുറച്ച് നല്ല ശരിക്കും ഉള്ളതുകൊണ്ട് ചില ആൾക്കാര് ഫേക്ക് ആയിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, മെനക്കെടാൻ വയ്യ അവർക്ക്. നമ്മള് ഈ ഇവിടെ ഇതാണ് എടപ്പള്ളി സിഗ്നലിൽ ചെന്നാൽ മതി, നമ്മള് വണ്ടി ഇരിക്കുമ്പോ തട്ടിട്ട് ചോദിച്ചിട്ട് ഇല്ലെന്ന് പറയുകയാണെങ്കിൽ പുള്ളി നോക്കിട്ട് ആദ്യം ഇങ്ങനെ വരുള്ളൂ, ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മള് വഴക്കും പറയുമായിരിക്കും. അതെ, നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റ് ആണ്, നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു കുഴപ്പമില്ല, ഫുൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ജോലി ചെയ്യാൻ കഴിയില്ല, മടിയാണ് അവർക്ക്. എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടില് ഒരു അമ്മച്ചി ഭക്ഷണം കഴിക്കാൻ വന്ന് പൈസ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പൈസ തരാമോ, ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇരിക്കും, ഞാൻ ഭക്ഷണം തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുത്ത് പറഞ്ഞാൽ ശരി അമ്മ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ പൈസ കയ്യിലുണ്ടായിരുന്നു, ചില്ലറ പൈസയായിരുന്നു, അത് കൊടുത്ത് 10 അങ്ങനെ എന്തോ പൈസ കൊടുത്തത്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇല്ലാത്ത പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവരവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോയിട്ടോ. ഞാൻ അകത്ത് പോയി അവരുടെ പാത്രം വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ആളെ കാണണില്ല. അപ്പൊ ഞാനോട് ഇത്ര വേഗം പോയോ, വന്നപ്പോഴേക്കും ഭയങ്കര പതുക്കെ ഇങ്ങനെ ഇത്ര വേഗം പോകാൻ നേരം ആയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേഗം തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി എന്റെ ചെരുപ്പിടാൻ നോക്കിയപ്പോ ചെരുപ്പ് കാണാനില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചെരുപ്പില്ല. അപ്പൊ ഞാൻ ചെരുപ്പ് എവിടെ പോയി. അപ്പൊ എനിക്ക് തോന്നി ഇവരായിരിക്കും ഇട്ടേക്കണം, അല്ലാണ്ട് വേറെ ആരും ഇട്ടിട്ട് പോവില്ലല്ലോ. അപ്പൊ ഞാൻ എന്തെടുത്ത് ഞാൻ വേഗം തന്നെ ഓടി ഇവരെങ്ങോട്ടാ പോയെന്ന് വെച്ചാൽ അപ്പൊ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് പോകണമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്റെ വീടിന്റെ അടുത്ത്, എന്റെ വീട് അടുത്തടുത്ത് വീടുകളുണ്ട്. അപ്പൊ വീടിന്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കുറച്ച് പറമ്പ്. ഇന്നിപ്പോ അവിടെ പറമ്പൊക്കെ മാറി. ഞാൻ ഓടിച്ചെന്നപ്പോ ഈ പുള്ളിക്കാരി വടിയും കുത്തി പിടിച്ച് നല്ല സ്പീഡിൽ പോകും. എന്റെ ചെരുപ്പ് ഇട്ടിട്ട് ചെരുപ്പ് എന്നെക്കാളും നല്ല പൊക്കമുള്ള ഒരു അമ്മച്ചിയാണ്, വലിയ നീളമുള്ള ഞാൻ ചെന്നു നീളമുള്ള കാലാ. അപ്പൊ എന്റെ ചെരുപ്പ് സത്യത്തിൽ അവർക്ക് കേറുന്നില്ല. എന്നിട്ട് അവർ അത് പിടിച്ചിട്ട് വേഗം പോയി. ഞാൻ ചെന്നിട്ട് ചോദിച്ചു അമ്മച്ചിക്ക് ഞാൻ കഴിക്കാനുള്ള ഭക്ഷണം തന്ന് വെള്ളം തന്ന് എല്ലാം തന്ന്. എന്നിട്ട് അമ്മച്ചി ആ ചെരുപ്പിട്ട് എന്നോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു, അമ്മച്ചിക്ക് ഞാൻ തരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ലമ്മ ഇത് എന്റെ ചെരുപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഇത് എന്റെ ചെരുപ്പാണ്. അപ്പൊ വേഗം ഊരിയവര്. ഞാൻ പറഞ്ഞു വേണ്ട അമ്മച്ചി കൊണ്ടുപോക്കോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് അത് കൊടുത്തു. അതാ പറയണേ, നമ്മുടെ ഇവർ ഇത്രയും മനസ്സറിഞ്ഞ് ചെയ്തിട്ടും ഇവരുടെ ഇടയിലും കണ്ടോ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ ഒരു ഇതാക്കണത്. പിന്നെ ആൾക്കാരുണ്ട് ശരിക്കും ആൾക്കാരുണ്ട്, പക്ഷെ ഈ പല ജാതി പല ആൾക്കാര് നമുക്ക് എന്തായാലും നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും എന്തുമായിക്കോട്ടെ അവരുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവര് നമുക്ക് ചിലരുടെ അപ്പത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ജെന്യുവൻ ആയിട്ട് തോന്നും. അങ്ങനെ കണ്ട് മനസ്സറിഞ്ഞ് അവരെ സഹായിക്കുന്ന 2 ആത്മാക്കളാണ്, ഒരു ഐഡിയൽ കപ്പിളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഞാൻ കൈരളി ചാനലിൽ ഷൂട്ടിന് നിൽക്കുക. അത് മിമിക്രി നമ്മൾ ചാനൽ വഴി വന്ന സമയത്താ. അന്നേരം മാക്സിമം കൈരളിൽ നിന്നൊക്കെ 1000 രൂപയ്ക്കല്ലേ പേയ്മെന്റ് ഉള്ളൂ നമുക്ക്, മത്സര പരിപാടിയാണ്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്നെ വൈറ്റിലെന്ന് ചേട്ടാ അത്യാവശ്യമായിട്ട് വൈറ്റിലേല് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈറ്റിലേക്ക് ഞാൻ എന്തിനു വന്ന, എനിക്ക് ഒന്ന് പെട്ടെന്ന് വന്നു പറഞ്ഞു. ഞാൻ വൈറ്റിലേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് വെൽക്കെയറിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവമേ എന്തെങ്കിലും പറ്റി. അതിന് മുമ്പ് കൊച്ചിനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാ അളിയന്റെ കുട്ടീനെ കൊണ്ട് വല്ല കൊച്ചിന് വല്ലതും പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ഓടി അലച്ച് ചെല്ലുമ്പോ അവിടെ വൈറ്റില ജംഗ്ഷനിൽ ഒരു ചേച്ചിക്ക് ആക്സിഡന്റ് ആയി അല്ലേ? എന്തായിരുന്നു അത്? ചേച്ചി ബസ്സില് കേറിയതാണോ ഇറങ്ങിയതാണോ എനിക്ക് ഓർമ്മയില്ല. ചേച്ചി ഇപ്പൊ വണ്ടി പെട്ടെന്ന്
എടുത്തപ്പോഴേക്കും വീണു. വീണിട്ട് ആളുടെ സാരിയിൽ തട്ടി താഴെ വീണിട്ട് താടിയിൽ ഇവിടെ പൊട്ടി. പൊട്ടിയിട്ട് ഇങ്ങനെ ചോര വരുവാ. ബസ്സുകാരൻ എന്നിട്ട് അവര് മൈൻഡ് ചെയ്യണില്ല. അവരിങ്ങനെ കയ്യിൽ തുണി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇരുന്ന്. അപ്പൊ ഞാനും കൊച്ചും ആങ്ങളുടെ മോനുണ്ട്, ചെറുതാണ് അവൻ. അപ്പൊ അവനെ കൊണ്ട് ഞാനും ബസ്സിന് ഇറങ്ങിയപ്പോൾ ഞാനിത് കാണുന്നു. ഇവര് വണ്ടി അങ്ങ് വിട്ടുപോയി. ഈ ചേച്ചി ഇങ്ങനെ വിറക്കൊന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കൂടെ ആരും ഇല്ല, ഈ കൊച്ചും ഞാനും ഈ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ വിറച്ചുകൊണ്ട് പറഞ്ഞു, മോളെ എനിക്ക് ആരും ഇല്ല, ഞാൻ തൃപ്പൂണിത്തറ അവിടെ തൃപ്പൂണിത്തറ കോവിലകത്ത് ആ ഭാഗമൊക്കെ അവിടെ എവിടെയോ ഒരു വീട്ടിലെ സ്ത്രീയാണ് അവര്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തല, ഞാൻ പിന്നെ വേഗം ആ ചേച്ചീനെ കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ആ ചേച്ചിനെ പിടിച്ച് ആ സൈഡിൽ ഇരുത്തി. അന്നിങ്ങനെ അവിടുത്തെ റൗണ്ട് അബൌട്ട് കാര്യങ്ങളൊന്നുമില്ല വൈറ്റിലേടെ അവിടെ. അപ്പൊ ഞാൻ അവിടെ ഇരുത്തി ആ ചേച്ചിനെ ഇരുത്തിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ ചേച്ചിന്ന് വെച്ച്. അപ്പൊ പറഞ്ഞ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ബസ് കാശ് അല്ലാണ്ട് ഒന്നുമില്ല. ചേട്ടനെ വിളിച്ചാൽ കിട്ടുമോ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എന്നിട്ട് എന്നിട്ട് വേഗം ഒരു ഓട്ടോ വിളിച്ച്, ഒന്നും നോക്കാൻ കഴിയില്ല, ഓട്ടോ വിളിച്ച് ആ ചേച്ചിയായിട്ട് വെൽക്കെയറിലേക്ക് പോയി. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഞാൻ അവിടെ, അന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് ആരുടെ ഒരു ഫോൺ മേടിച്ച് ചേട്ടനെ വിളിച്ചിട്ട് ഒന്ന് ആശുപത്രിയിലേക്ക് വരണം. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആയോ, പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്നും പറഞ്ഞിട്ട് വേഗം, എന്നുവെച്ചാൽ വേറൊരാളുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കണത്. എന്നിട്ട് വേഗം തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചേട്ടി വന്നെന്ന് അവിടെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് ചേട്ടി വേഗം വന്നപ്പോഴേക്കും ഈ ചേച്ചിയുടെ ഇവിടെ താടിയിലെ സ്റ്റിച്ചൊക്കെ ഇട്ട് ആ ചേച്ചിനെ അങ്ങനെ ഇരുത്തിയേക്കുവാ. എന്നിട്ട് ഞങ്ങൾ ആ ചേച്ചി എനിക്ക് പൈസ ഒക്കെ തന്നിട്ടുണ്ട്, പറഞ്ഞു ആ വഴി വരുവാണെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പക്ഷേ ഒരു നമ്പൂതിരി സ്ത്രീ ആയിരുന്നു പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ഞാൻ ഓർക്കണില്ല ചേച്ചി, മറന്നുപോയി ആ ചേച്ചീനെ. നമ്മുടെയൊക്കെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് എല്ലാവരും ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിലെ കലാമിറ്റീസ് വരുമ്പോൾ ഇന്നിപ്പോൾ സഹായകരണങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേയും നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളുടെ സമയത്ത് എല്ലാവരും ഓർഫനേജിൽ പോയി ആ കുട്ടികൾ അവിടെ ഉള്ളവർക്കും അനാഥാലയത്തിലും എല്ലായിടത്തും പോയിട്ട് അവർ ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ചിലർ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തി അത് നടത്തുക. അങ്ങനത്തെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മള് ഇപ്പത്തെ നമ്മുടെ ഇപ്പം മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സിനിമാക്കാരെ മൊത്തത്തിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇതാക്കി തള്ളി പറയരുത്. ഞങ്ങൾക്കൊണ്ട് കുറെ അമ്മമാര് ഇവിടെ പനങ്ങാടുണ്ട്, അവിടെ ഓണം ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ അവരുടെ കൂടെ എല്ലാം കൂടുതലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, മെഡിസിൻ ആവശ്യപ്പെടും മെഡിസിൻ കൊടുക്കും. പിന്നെ അവർക്ക് മുയലിന്റെ ഒരു ഫാം പോലെ ചെറിയ രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പൊ അവര് തന്നെ കഴിക്കണത് അമ്മമാർക്ക്. അവിടെ പ്രായയുടെ അമ്മച്ചിമാരുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ കുറച്ച് മുയലിനെ സിസ്റ്റർക്ക് മേടിച്ചു. അവിടെ മദറായിട്ട് ഞങ്ങള് ഇപ്പൊ കുറച്ച് നാളായിട്ട് മദറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതുള്ളൂ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഓട്ടോ ആയിരുന്നല്ലോ വീട്ടിലേക്ക് അങ്ങനെ. അപ്പൊ അതൊക്കെ അതിനിപ്പോ ഓണത്തിന് ഫുഡും കൊണ്ട് ചെന്ന് ഞങ്ങള് കൊടുത്ത് അമ്മമാർക്ക്, ഈ ഓണത്തിനല്ല. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഞങ്ങൾക്കൊരു കാറ്ററിംഗുകാർ തന്നാ അല്ലേ, കാറ്ററിംഗുകാർക്ക് ഞങ്ങൾ ഓണസദ്യ പൂർണ്ണശ്രീ കാറ്ററിംഗ് തന്നെ. അപ്പൊ ഇതെന്ത് ചെയ്ത് അന്ന് ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കാം, നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മമാർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കട്ടൻ ചായ പിടിച്ചോണ്ടിരിക്കുകയെ സിസ്റ്റർമാര് ഇവിടെ തെലുങ്ക് അങ്ങനെ ടീമൊക്കെ. അപ്പൊ ഷാജി ചേട്ടാ എന്ന് തന്നെ വിളിക്കണത്, ഷാജി ചേട്ടാ എനിക്കൊരു വഞ്ചി മേടിച്ചു തരുമോ? ഞാൻ വഞ്ചിയാ അതിനാ തൊട്ട് വാക്കിയ പോഴേ ഞങ്ങൾ പോയി മീൻ പിടിക്കാനാന്ന് വഞ്ചിയിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ സിസ്റ്റർമാര് വഞ്ചി പോയി മീൻ പിടിക്കാനാ? വഞ്ചി ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിപ്പോയാ പിടിക്കണെന്ന്. അവിടുത്തെ മദറിന്റെ കൂടെ നിൽക്കുന്ന കന്യാസ്ത്രീമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കൂടി പള്ളിയുടെ മര്യാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്. ആ പുഴയിൽ അവര് ഇറങ്ങിയിട്ട് മീൻ പിടിക്കും, എന്നിട്ട് അത് അമ്മച്ചിമാർക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു വീട്ടു വാടക താമസിക്കായിരുന്നു നിങ്ങൾ പോകുന്നതിന് മുമ്പ്. ആ വീട്ടിൽ ഫ്രണ്ടിൽ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മീനിനെ മേടിച്ചിട്ട് വളർത്തുക, വെറുതെ നമ്മുടെ ഒരു ഇഷ്ടം. അപ്പൊ ഈ അമ്മമാരെല്ലാരും കൂടി വണ്ടിയായിട്ട് വന്നു പറഞ്ഞ് അവിടെ എന്താ കറിന്ന് വെച്ചപ്പോ അന്ന് പച്ചക്കറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മീൻ പിടിച്ചു തരട്ടെന്ന് ചോദിച്ചു. മീൻ പിടിക്കാൻ ഷായിച്ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങള് അമ്മമാരും ഒക്കെ കൂടി വലയിട്ട് അതുമേന്ന് മീൻ പിടിച്ച് ഫുള്ള് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട് എന്നിട്ട് രാത്രിയായപ്പോ വന്നേക്കുവാ. ഒരു 9 മണി 9:30 ആയപ്പോ കോളിംഗ് ബെൽ അടിക്കും. ഞങ്ങൾ ഇതാരാ ഈ സമയത്ത് എന്ന് വിചാരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മമാര് രണ്ടുപേരും കൂടി വണ്ടിക്ക് വന്നേക്കുവാ. മീൻ ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയത് ആ രാത്രി തന്നെ അവര്, എനിക്ക് തോന്നുന്നു 2-3 ബക്കറ്റ് ഉണ്ടായി തോന്നുന്നു, അതാണ് കൊണ്ടുപോയത്. അവര് കുറെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി അവർ അന്ന് രാത്രി അന്ന് തന്നെ വെട്ടി കറി വെച്ചിട്ട് ആ കറിയായിട്ട് രാത്രി നമ്മുടെ ഷായിച്ചേട്ടന്റെ രശ്മിശേഷിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ഇതെനിക്കറിയാം. ഇതിപ്പോ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇവര് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ.